തവിയുടെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ചക്ക ഫിംഗേഴ്സ് ആണ്. തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നെടുകെ കീറിയിട്ടുള്ള പച്ച ചക്കച്ചുളകൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് യെല്ലോ കളറായി വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മതിയാവും. നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചക്കച്ചുള റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചക്കൻ്റെ ഉള്ളിൽ ചേർക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കച്ചുളൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചക്കച്ചുളകൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മൾ ചക്കച്ചുള നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതേപോലെ ചക്ക വഴറ്റിയെടുക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ പച്ച ചക്കനെക്കാട്ടിലും നല്ല ടേസ്റ്റ് കിട്ടും. പച്ച ചക്ക ആകുമ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ചക്കച്ചുളയിലും ഇങ്ങനെ നിറച്ചെടുക്കാം. ഇനി നമുക്ക് ചുളകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 മുട്ട പൊട്ടിച്ച് എടുക്കുക. നമ്മളിപ്പോൾ കട്ട്ലൈറ്റിലൊക്കെ അവസാനം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുന്ന മാതിരി തന്നെയാണ് ജേഴ്സിന് ചെയ്യുന്നത്. അപ്പോൾ ആ മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചക്കച്ചുളകൾ മുട്ടയിൽ മുക്കി എടുക്കാം. ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ചക്കച്ചുള എടുത്ത് മുട്ടയിൽ ആദ്യം മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. വീണ്ടും ഒന്നുകൂടി മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി മുകളിലിട്ട് കൊടുക്കുക. നമ്മൾ മുട്ടയിൽ 2 പ്രാവശ്യം മുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബ്രെഡ് പൊടി നന്നായിട്ട് ചക്കയിൽ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാ ചക്കച്ചുളകളും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫിംഗേഴ്സ് പൊരിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.